Hello dear students. Question set 1 illa next questions to discuss here. The fifth question is describe resource allocation graph for the following. A with a deadlock, B with a cycle but no deadlock. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വി നീഡ് ടു നോ വാട്ട് ഇസ് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. ഒരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഡെഡ്ലോക്ക് ഉള്ള റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. Then with a cycle but no deadlock. Cycle ഉണ്ട് but deadlock ഇല്ല. സോ നമുക്ക് ആദ്യം റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് എന്താണ്? ആക്ച്വലി റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് മീൻസ് ഇറ്റ് is a graph. It is a directed graph. Deadlock can be described precisely in terms of this directed graph known as resource allocation graph. Resource allocation graph എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ബി ഹാവിങ് നമുക്കറിയാം നോർമലി വാട്ട് ഇസ് എ ഗ്രാഫ് ഇസ് എ കളക്ഷൻ ഓഫ് വേർട്ടിസസ് ആൻഡ് എഡ്ജസ്. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമുക്കൊരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് കാണാം. ദിസ് ഇസ് വൺ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്, എക്സാമ്പിൾ ഓഫ് എ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. അപ്പോൾ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിൽ ഞാൻ പറഞ്ഞതുപോലെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഹാസ് യൂഷ്വൽ നോർമലി എ ഗ്രാഫ് കൺസിസ്റ്റ് ഓഫ് എ വേർട്ടിസസ് ആൻഡ് എഡ്ജസ്. ഹിയർ ഓൾസോ ദിസ് ഗ്രാഫ് കൺസിസ്റ്റ് ഓഫ് എ വേർട്ടിസസ് ആൻഡ് എഡ്ജസ്. ഇവിടെ വേർട്ടിസസ് എന്ന് ഉദ്ദേശിക്കുന്നത് there are two types of vertices. Graph it consists of normally vertices and edges, but here it consists of two types of vertices. The first vertex is known as the resource vertex, and the second vertex is known as a process vertex. Similarly, there are two types of edges are there. First one is request edge and second one is assignment edge. So what അപ്പം നമുക്കിവിടെ vertices ഇവിടെ represent ചെയ്യുന്നത് നോർമലി വേർട്ടിസസ് നമുക്കറിയാം സർക്കിൾ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് വേർട്ടിസസ് ഉള്ളത് കൊണ്ട് നമുക്ക് ടു ഡിഫറെൻറ്റ് ഷേപ്സ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ സർക്കിൾ ഷേപ്പ് നമുക്കറിയാം റിസോഴ്സസ് ഉണ്ട്, പ്രോസസ് ഉണ്ട്. ഇവിടെ ദ പ്രോസസ് വിൽ ബി റെപ്രസെൻറ്റ് ബൈ ദ ഷേപ്പ് സർക്കിൾ ആൻഡ് ദ റിസോഴ്സസ് വിൽ ബി റെപ്രസെൻറ്റ് ബൈ ദ ഷേപ്പ് rectangle. Okay, and the request edge and edges are also two types, assignment edge and request edge. Request edge means നമുക്കറിയാം പ്രോസസ്സിൽ നിന്നും റിസോഴ്സിലോട്ട് പോകുന്ന ആരോ. The arrow from process to resource R1. Here this is the request edge. എന്തുകൊണ്ടാണ്? കാരണം പ്രോസസ് റിക്വസ്റ്റ് ഫോർ ദ റിസോഴ്സ് R1. സിമിലർലി ഫ്രം റിസോഴ്സിൽ നിന്നും പ്രോസസ്സിലോട്ട്, ഓക്കെ, പ്രോസസ്സിൽ നിന്നും റിസോഴ്സിലോട്ട് പോകുന്ന ആ എഡ്ജിനെയാണ് നമ്മൾ റിക്വസ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത്. സിമിലർലി റിസോഴ്സിൽ നിന്നും പ്രോസസ്സിലോട്ട് പോകുന്നതാണ് അസൈൻമെൻറ്റ് എഡ്ജ്. മീൻസ് ദാറ്റ് റിസോഴ്സ് ഹിയർ ദിസ് ഇസ് ദ അസൈൻമെൻറ്റ് എഡ്ജ് മീൻസ് ദ റിസോഴ്സ് R3 is assigned to the process P3. So these are the two types of edges, അസൈൻമെൻറ്റ് എഡ്ജ് ആൻഡ് റിക്വസ്റ്റ് എഡ്ജ്. അതേപോലെ വേർട്ടിസസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? റിസോഴ്സ് വേർട്ടിസ് ഉണ്ട്, വെർട്ടെക്സ് ഉണ്ട്, പ്രോസസ് വെർട്ടെക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിൽ ഡെഡ്ലോക്ക് ഉള്ള ഒരു ഗ്രാഫാണ്. അപ്പോൾ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വെദർ ദർ എക്സിസ്റ്റ് എ ഡെഡ്ലോക്ക് ഓർ നോട്ട് അത് നമുക്ക് അറിയാൻ പറ്റും. ഹൗ? ഇഫ് ദർ എക്സിസ്റ്റ് എ സൈക്കിൾ. ഇപ്പോൾ ആ ഒരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് നമുക്ക് നോർമലി ഒരു ഗ്രാഫിൽ സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സിൽ നിന്നും ഒരു ഒരു വേർട്ടെക്സിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് എഡ്ജസ് എല്ലാം ട്രാവേഴ്സ് ചെയ്ത് ആ സെയിം വേർട്ടെക്സിൽ എത്തുവാണെങ്കിൽ നമുക്ക് പറയാം ദർ എക്സിസ്റ്റ് എ സൈക്കിൾ. അതേപോലെ നമ്മൾ ഇവിടെയും ചെക്ക് ചെയ്യുക റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിലും സ്റ്റാർട്ടിങ് ഫ്രം എ വേർട്ടെക്സ്, ദാറ്റ് ഇസ് സ്റ്റാർട്ടിങ് ഫ്രം എ പ്രോസസ്, ഒരു പ്രോസസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലാ വേർട്ടിസസും എല്ലാ എഡ്ജസും ട്രാവേഴ്സ് ചെയ്ത് ആ സെയിം പ്രോസസ്സിൽ തന്നെ എത്തുവാണെങ്കിൽ നമുക്ക് പറയാം ദർ എക്സിസ്റ്റ് എ സൈക്കിൾ. ഇപ്പോൾ സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് പറയാം ഡെഡ്ലോക്ക് ഉണ്ട്. എന്നാൽ നമുക്ക് പറയാം പോസിബിലിറ്റി ഓഫ് എ ഡെഡ്ലോക്ക് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് പറയാം ദർ മേ ബി എ പോസിബിലിറ്റി ഓഫ് ഡെഡ്ലോക്ക്. ഓക്കെ, അപ്പോൾ സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി പറയാം ദർ എക്സിസ്റ്റ് നോ ഡെഡ്ലോക്ക്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഗ്രാഫിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഈ വേർട്ടെക്സ് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ P1 സ്റ്റാർട്ട് ചെയ്ത് ദെൻ R1, ദെൻ P2, ദെൻ R3, ദെൻ P3, ദെൻ R2, ദെൻ എഗെയിൻ P1. സോ ഒരു സൈക്കിൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാം ഡെഡ്ലോക്ക് ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ദർ മേ ബി എ പോസിബിലിറ്റി ഓഫ് ഡെഡ്ലോക്ക്. കാരണം ഇവിടെ ഡെഡ്ലോക്ക് ഉണ്ട്, കാരണം സൈക്കിളുണ്ട്, അതുകൊണ്ട് ഡെഡ്ലോക്കും ഉണ്ട്. അതെന്തുകൊണ്ട് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പ്രോസസ്സിന്
ഈ ഒരു റിസോഴ്സ് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിൽ നമ്മൾ വേർട്ടെക്സ് ആയ റിസോഴ്സിൻ്റെ അകത്ത് ഒരു ഡോട്ട് കൊടുക്കുന്നുണ്ട്. റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ അകത്ത് ഒരു ഡോട്ട് പറയുന്നുണ്ട്. എന്താണ് ഈ ഡോട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഡോട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദ നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് ഓഫ് ദാറ്റ് റിസോഴ്സ് ഓഫ് എ പർട്ടിക്കുലർ ദാറ്റ് പർട്ടിക്കുലർ റിസോഴ്സ്. അപ്പം ഈ ഒരു R3 ഒരു ഇൻസ്റ്റൻസേ ഉള്ളൂ. ഇപ്പോൾ R1 ഒരു ഇൻസ്റ്റൻസ് ഉള്ളൂ. ദാറ്റ് മീൻസ് ഇപ്പോൾ സപ്പോസ് ഇവിടെ നോക്കിക്കേ, R2 എന്ന് പറഞ്ഞ ഇവിടെ പ്രിൻ്റർ ആണെങ്കിൽ 2 ഇൻസ്റ്റൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് 2 പ്രിൻറ്റേഴ്സ് ആർ അവൈലബിൾ. മനസ്സിലായോ? അപ്പോൾ 2 ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് 2 പ്രിൻറ്റേഴ്സ് ആർ അവൈലബിൾ. 3 ഡോട്ട്സ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് 3 പ്രിൻറ്റേഴ്സ് ആർ അവൈലബിൾ. 4 ഡോട്ട്സ് ഇൻഡിക്കേറ്റിംഗ് 4 പ്രിൻറ്റേഴ്സ് ആർ അവൈലബിൾ. സോ ഇവിടെ R2ൽ 2 ഡോട്ടാണുള്ളത്. ദാറ്റ് മീൻസ് ദ 2 ഇൻസ്റ്റൻസസ് ഓഫ് R2 ആർ അവൈലബിൾ. സോ 1 ഇൻസ്റ്റൻസ് ഓഫ് R2 ഈസ് ഗിവൺ ടു P1 ആൻഡ് അനദർ ഇൻസ്റ്റൻസ് ഓഫ് R2 ഈസ് ഗിവൺ ടു P2. അപ്പം ഡെഡ്ലോക്ക് സൈക്കിളുണ്ട് എന്ന് ഡെഡ്ലോക്ക് ഉണ്ടെന്ന് പറയണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ ആദ്യം സൈക്കിൾ ഉണ്ടോ എന്ന് നോക്കണം. ഈ ഒരു ഗ്രാഫിൽ സൈക്കിളുണ്ട്, അങ്ങനെയാണ് ഈ ഡെഡ്ലോക്കിൻ്റെ പോസിബിലിറ്റി ഉണ്ടെന്നേ നിങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്താണ് ആ പോസിബിലിറ്റി? check the number of resources present in each check the number of instances or number of dot നോക്കുക. ഓരോ റിസോഴ്സസിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് ഡോട്ട് നോക്കുക. അപ്പോൾ ഇവിടെ R1ൻ്റെ അകത്ത് ഒരു ഡോട്ടേ ഉള്ളൂ, R3ൻ്റെ അകത്ത് ഒരു ഡോട്ടേ ഉള്ളൂ. അങ്ങനെ ആ ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത്, ഇങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസിന്, ഏതെങ്കിലും ഒരു റിസോഴ്സിന് ഒരു ഇൻസ്റ്റൻസേ ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി പറയാം ദർ എക്സിസ്റ്റ് ഡെഡ്ലോക്ക്. ഇപ്പോൾ എല്ലാ റിസോഴ്സിനും മോർ ദാൻ 1 ഇൻസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഡെഡ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മീൻസ് സൈക്കിൾ ഉണ്ടെങ്കിൽ, സൈക്കിൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഡെഡ്ലോക്കേ ഉണ്ടാവില്ല. ഇപ്പോൾ സൈക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ദ നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് പെർ റിസോഴ്സസ് ഹാവ്. ഓരോ റിസോഴ്സസിനും എത്ര ഇൻസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കുക. എല്ലാ റിസോഴ്സസിനും ഒരു ഇൻസ്റ്റൻസ് ആണ് നമുക്ക് പറയാം ഡെഫിനറ്റ്ലി ദ ഡെഡ്ലോക്ക് വിൽ ഓക്കർ. ഇപ്പോൾ മോർ ദാൻ 1 ഇൻസ്റ്റൻസ്, എല്ലാ റിസോഴ്സിനും മോർ ദാൻ 1 ഇൻസ്റ്റൻസ് ആണ് നമുക്ക് ഡെഡ്ലോക്ക് ഉണ്ടാകില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇവിടെ നോക്കിയാൽ സൈക്കിളുണ്ട്, പക്ഷേ ഈ R1ഉം R3നും സിംഗിൾ ഇൻസ്റ്റൻസസ് ആണ്. അപ്പോൾ അവിടെ ഡെഡ്ലോക്ക് എന്തായാലും ഉണ്ട്. സോ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കിക്കേ, എ ഗ്രാഫ് വിത്ത് എ സൈക്കിൾ ബട്ട് നോ ഡെഡ്ലോക്ക്. ഇവിടെ ഈ ഗ്രാഫിൽ സൈക്കിളുണ്ട്. നോക്കിക്കേ, സൈക്കിൾ ഉണ്ടോ നോക്കിക്കേ. P1 സ്റ്റാർട്ട് ചെയ്തു, ദെൻ R1, ദെൻ P3, ദെൻ R2, ദെൻ P1. അപ്പോൾ ഇവിടെയും സൈക്കിൾ ഉണ്ടല്ലോ, പക്ഷേ ഡെഡ്ലോക്ക് ഇല്ല എന്ന് ഞാൻ പറയുന്നു. കാരണം എന്താണ്? ഇവിടെ 2 റിസോഴ്സസേ ഉള്ളൂ. ആ 2 റിസോഴ്സസിനും മോർ ദാൻ 1 ഇൻസ്റ്റൻസ് ഉണ്ട്. സോ മീൻസ് മോർ ദാൻ 1 ഡോട്ട് ഉണ്ട്. അങ്ങനെ ഓർത്ത് വയ്ക്കുക, മോർ ദാൻ 1 ഡോട്ട് ഉണ്ട്. ദാറ്റ് മീൻസ് ഡെഡ്ലോക്ക് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതാണ് പറയുന്നത്. ഗ്രാഫ് സൈക്കിൾ ഉണ്ട്, പക്ഷേ ഡെഡ്ലോക്ക് ഇല്ല. നമുക്ക് സൈക്കിൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഡെഡ്ലോക്ക് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റത്തില്ല. ചെക്ക് ദ നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് പെർ റിസോഴ്സസ് ഹാവ്. ഓക്കെ, കാരണം എന്താണ്? ഇവിടെ 2 റിസോഴ്സസ് ആണ്. ഒരു ഇൻസ്റ്റൻസ് R1ൻ്റെ ഒരു ഇൻസ്റ്റൻസ് P2നും കൊടുക്കും, ഒരു ഇൻസ്റ്റൻസ് P3ക്കും കൊടുക്കും. ഡെഡ്ലോക്ക് ഉണ്ടാകത്തില്ലല്ലോ. സെയിം സിറ്റുവേഷൻ ഹിയർ. R2ൻ്റെ ഒരു ഇൻസ്റ്റൻസ് P1നും കൊടുക്കും, ഒരു ഇൻസ്റ്റൻസ് P4നും കൊടുക്കും. അപ്പോൾ ഡെഡ്ലോക്ക് ഉണ്ടാകുമോ? ഇല്ല. അപ്പം സൈക്കിൾ ഉണ്ടെങ്കിൽ ചെക്ക് ദ നമ്പർ ഓഫ് ഡോട്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് പെർ റിസോഴ്സസ് ഹാവ്. മോർ ദാൻ 1 ഇൻസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഡെഡ്ലോക്ക് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ. Okay, this is under module 3. Okay. The next question is 6th question. This is again the module under module 3. Okay. The module 3 ilanu varunathu. So what is critical session? Then what are the 3 requirements that should be satisfied by solution to the critical session problem? ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം എന്താണ്? ക്രിട്ടിക്കൽ സെഷൻ ഏതൊക്കെയാണ് 2-3 റിക്വയർമെൻറ്റ്സ് ടു ബി സാറ്റിസ്ഫൈഡ് ബൈ സൊല്യൂഷൻ ടു ദ ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം. സോ വാട്ട് ഈസ് ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം? ക്രിട്ടിക്കൽ സെഷൻ പ്രോബ്ലം മീൻസ് it's a shared area. It's a code segment where the shared variables can be accessed by the various process. ഇപ്പോൾ ഇവിടെ നോക്കുക, പ്രോസസ് P1ഉം P2ഉം ഉണ്ട്. P1 എന്ന പ്രോസസ്സിന് നോൺ ക്രിട്ടിക്കൽ സെഷൻ ഏരിയ ഉണ്ടാവും, ക്രിട്ടിക്കൽ സെഷൻ ഏരിയ ഉണ്ടാവും. P2ന് നോക്കിയാൽ നോൺ ക്രിട്ടിക്കൽ സെഷൻ ഏരിയ ഉണ്ടാവും, ക്രിട്ടിക്കൽ സെഷൻ. ഇപ്പോൾ ക്രിട്ടിക്കൽ സെഷൻ അല്ലാത്ത എല്ലാ ഏരിയസും നമുക്ക് എന്താ പറയാം? നോൺ ക്രിട്ടിക്കൽ സെഷൻ എന്ന് പറയാം.
സോ ഈ ക്രിട്ടിക്കൽ ഓരോ പ്രോസസ്സിനും ക്രിട്ടിക്കൽ സെഷൻ ഉണ്ടാവും. ആ ക്രിട്ടിക്കൽ സെഷനിലാണ് ഷെയർഡ് വേരിയബിൾസ് സ്റ്റോർ ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി ഷെയർഡ് ബൈ വേരിയസ് പ്രോസസ്. അപ്പോൾ ഇതിന് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം one process is executing in its critical section. No other process is allowed to enter to execute in its critical section. ഇപ്പോൾ പ്രോസസ് P1 അതിൻ്റെ ക്രിട്ടിക്കൽ സെഷനിലെ ക്രിട്ടിക്കൽ സെഷൻ എക്സിക്യൂട്ട് ചെയ്യാനും വേറൊരു പ്രോസസ്സിനും അതിൻ്റെ ക്രിട്ടിക്കൽ സെഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. Oh, that's the important feature of the system. Okay. Then what are the three requirements that should be satisfied solution to the critical section problem? First one is, yes, mutual exclusion. Mutual exclusion. Second one is progress. The third one is bounded waiting. Okay, the third one is bounded waiting. So what is critical session? Sorry, what is mutual exclusion? Mutual exclusion means if a process P1 is executed in its critical session, no other processes are allowed to enter the critical session. That is mutual exclusion. ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാണ് വേറൊരു പ്രോസസ്സിൽ ഇപ്പോൾ P1 ഈ ഒരു ക്രിട്ടിക്കൽ സെഷൻ എൻട്രി ചെയ്യുകയാണെങ്കിൽ P2 എക്സെട്ര up to end process must wait until the completion of the process P1. So that is mutual exclusion. So what is the progress? Progress means ഒരു പ്രോസസ്സ് ഇപ്പം ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻറ്റർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരു പ്രോസസ്സ് അത് വിഷ് ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ ആണെങ്കിൽ ഏത് പ്രോസസ്സാണ് ദ പ്രോസസ് എക്സിക്യൂട്ടിങ് ദ റിമൈൻഡർ സെഷൻ. റിമൈൻഡർ സെഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിന് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻ വാട്ട്? In the decision of who will enter the critical session next. Okay, അപ്പോൾ റിമൈൻഡർ സെക്ഷനിൽ ഇല്ലാത്ത പ്രോസസ്സിൽ മാത്രമേ can participate in decision making. What decision making? Who will enter the critical session next? Okay, that's a progress. The next is bounded waiting. What is bounded waiting? അപ്പം ഇപ്പോൾ ഒരു പ്രോസസ്സ് തന്നെ ക്രിട്ടിക്കൽ സെക്ഷൻ എപ്പോഴും ആക്സസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോസസ്സിന് അത് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓൾ ഓഫ് ദ പ്രോസസ് വിൽ റിമെയിൻ ഇൻ സ്റ്റാർവേഷൻ അല്ലേ? സോ ആ ഒരു ലിമിറ്റിൽ നമ്പർ ഓഫ് ടൈംസ് ദ പ്രോസസ്സർ അലൗഡ് ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ എന്ന് പറഞ്ഞാൽ അതിലൊരു ലിമിറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ബൗണ്ട് കൊടുക്കുക. ഒരു ക്രിട്ടിക്കൽ സെഷനിൽ ആഫ്റ്റർ എ പ്രോസസ് had made a request to enter its critical session and before that request is granted. So that is bounded waiting. A bound must exist on the number of times. Otherwise, it leads to starvation of other process. So these are the three conditions or three requirements to be satisfied by solution to the critical session problem. It's very important. Okay.